അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീക്കും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകൾ എണ്ണമില്ലാത്തതാണ്. യുദ്ധങ്ങൾ കൊണ്ടും പ്രകൃതി പ്രക്ഷോഭങ്ങൾ കൊണ്ടും വിഭവങ്ങളുടെ കുറവുകൾ കൊണ്ടുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരായ നമ്മെപ്പോലെയുള്ള ആളുകൾ കഷ്ടതകൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. ഒരുവിധം അല്ലലും അലട്ടലും ഒന്നുമില്ലാതെ 3 നേരം സുഭിക്ഷമായി കഴിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്തുകളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ജീവിച്ചു വരികയാണ്. എന്നാൽ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളോട് എത്ര കണ്ട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട് എന്നൊരു അന്വേഷണം, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണ്. ഭൗതിക ലോകത്ത് ഏതൊരു ജന്തുവും അതിനെ പരിപാലിക്കുന്ന, അതിനെ നോക്കുന്ന അതിൻ്റെ യജമാനനോട് നന്ദി കാണിക്കുന്നതായി നമ്മൾ കണ്ടുവരുന്നു, ഏത് ജന്തുവാണ് എങ്കിലും. അപ്പോൾ ആ ഒരു തലത്തിൽ ഒരു ജന്തുത പോലും അത്രയും കൃത്യമായ നന്ദിബോധമുണ്ട് എങ്കിൽ വിശേഷബുദ്ധി നൽകിയിട്ടുള്ള നമ്മൾ നമ്മുടെ സ്ഥാനവും ഔന്നത്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറെ നന്ദിയുള്ളവരായിരിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ച വചനം 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹീമിലെ 7-ാമത്തെ വചനമാണ്. പല സന്ദർഭങ്ങളിൽ പല പ്രാവശ്യങ്ങളിൽ കേട്ടവരാണ് നമ്മൾ ഈ ആയത്ത്. ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഇങ്ങനെയാണ്: വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് വിളംബരം ചെയ്ത സന്ദർഭം. അള്ളാഹു ഒരു കൃത്യത അല്ലെങ്കിൽ അള്ളാഹു ഒരു പ്രസ്താവന വിളംബരം ചെയ്യുകയാണ്. ലഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ ലഅസീദന്നകും, തീർച്ചയായും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നാം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലയിൻ കഫർത്തും, ഇനി അതല്ല നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ നിഷേധിക്കുകയാണ് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് അള്ളാഹു ആ വചനത്തിലൂടെ മാനവരാശിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും
അതിനോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്താൽ ഉള്ള അനുഗ്രഹങ്ങൾ കുറക്കുകയല്ല, കൂടുതലായി അള്ളാഹു വീണ്ടും അനുഗ്രഹങ്ങൾ ഏറ്റിത്തരുമെന്നുള്ളതാണ്. എന്നാൽ ദാഠ്യത കൊണ്ട് മനസ്സിലായിട്ടും അതിനോട് കീഴ്വഴങ്ങാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടൊരാൾ നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഒരാൾക്ക് വഴിയെ വരാനുള്ളത് ശിക്ഷയായിരിക്കും എന്നതാണ് ആ വചനത്തിലൂടെ അള്ളാഹു താക്കീത് നൽകുന്നത്. എന്താണ് ഈ നന്ദി എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ദാസൻ തിരിച്ചറിയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് വിശ്വാസമായി രൂപപ്പെടുകയാണ്. എൻ്റെ നാഥൻ എനിക്ക് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ രക്ഷിതാവിനോടുള്ള എൻ്റെ ബന്ധം, അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായി തീരാൻ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ സാധിക്കുന്നു. ആ തിരിച്ചറിവ് അയാളുടെ നാവിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്തുതികീർത്തനങ്ങളായി, അദ്കാറുകളായി, പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടുന്നു. അതേപോലെ തന്നെ അയാളുടെ അവയവങ്ങൾ ആ നന്ദിയുടെ കൃത്യമായ പ്രകടനങ്ങളായി, പ്രവർത്തനങ്ങളിലൂടെ അയാൾ കാഴ്ചവയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ രൂഢമൂലമായി അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൽ നമ്മുടെ നാവുകൾ നനവുള്ളതായി, നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ചവന് ഇഷ്ടപ്പെടുന്ന വിധത്തിലായി. ആ രീതിയിൽ നമ്മൾ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പലപ്പോഴും മനുഷ്യരായ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എപ്പോഴാണ് ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ഓർക്കുന്നത്? ഒരാഴ്ച കിടപ്പിലായി കഴിയുമ്പോൾ. അതുവരെ എഴുന്നേറ്റ് ഓടി നടക്കുന്ന സമയത്ത് ചെയ്യേണ്ട എത്രയോ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ തള്ളിവിടാറുണ്ട്, അല്ലെങ്കിൽ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റും കഴിയുന്ന പല ആളുകളുടെയും അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തമായി ശ്വസിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ശ്വസനോപകരണങ്ങൾ കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന എത്രയോ ഹതഭാഗ്യരായ ആളുകൾ നമുക്കിടയിലുണ്ട്. ദാഹം തീരുവോളം വെള്ളം കുടിക്കാൻ വെള്ളമുണ്ട്, പക്ഷേ അങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല. അയാളൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഒരു ദിവസം അയാളോട് കുടിക്കാൻ പാടുള്ളത് 150 ഗ്രാം വെള്ളമാണ്, ഒരു ഗ്ലാസ് വെള്ളമാണ്. എത്രയോ ആളുകളുണ്ട് അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾ. സംസാരിച്ചാൽ വായിൽ നിന്ന് രക്തം വരുന്ന രോഗമുണ്ട്. നാവിൻ്റെ വളരെ നേർത്ത ഞരമ്പുകൾ പൊട്ടി രക്തം വരുന്ന ആൾ, സംസാരിക്കാൻ വയ്യ. അവിടെയൊക്കെയാണ് നമ്മളൊക്കെ നാവിട്ട് അടിച്ചുകൊണ്ടിങ്ങനെ സംസാരിക്കുകയും നമ്മളുടേതായ ആഗ്രഹങ്ങളിൽ ഓടുകയും ചാടുകയും ഇഷ്ടമുള്ളതെല്ലാം കുടിക്കുകയും തിന്നുകയും ഒക്കെ വയറ് നിറയോളം നമ്മളതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നത്. വേദന ഒന്ന് ശമിച്ചിട്ട് കണ്ണിൻ്റെ പോളയൊന്ന് അടക്കാൻ പറ്റുന്നില്ല ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ എൻ്റെ ഒരു സഹോദരനെ ഞാൻ ഓർത്തു പോവുകയാണ്. ക്യാൻസർ പേഷ്യൻ്റാണ്. ഉറങ്ങണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വേദന ഒന്ന് മാറിയിട്ട് വേണ്ടേ കണ്ണൊന്ന് അടഞ്ഞു കിട്ടാൻ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറയാം. നമ്മൾ അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ചവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കൂ. ലാ തുഹ്സുഹ, നിങ്ങൾക്കൊരിക്കലും അത് എണ്ണിക്കണക്കാക്കുക സാധ്യമല്ല. ഈ ആശയം ഖുർആനിൽ മറ്റനേക സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് വആതാക്കും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊരു ആശങ്ക ഉണ്ടാവും, ചോദിച്ചൊക്കെ കൊടുത്തുന്നു, ഇപ്പം നമ്മൾ ചോദിച്ചതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് ഏതാണ് നല്ലത് എന്നും നമ്മൾക്ക് ജീവിതത്തിൽ നമുക്ക് ഭാവിയിലേക്ക് എന്താണ് ഗുണകരമെന്ന് മനസ്സിലാക്കി ചിലതൊക്കെ അള്ളാഹു തരാതെ മാറ്റി വച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചമായത് നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലത് നമ്മൾ ചോദിക്കാതെ തന്നെ തന്നിട്ടുള്ളതാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കൂ.
ലാ തുഹ്സുഹ, നിങ്ങൾക്കൊരിക്കലും അതിന് എണ്ണുക സാധ്യമല്ല. ഇന്നൽ ഇൻസാന ലലൂമുൻ കഫാർ. ആ വചനം അവസാനിപ്പിക്കുന്നത് അങ്ങനെ പാട്ടാണ്. മനുഷ്യര് അക്രമികളും നന്ദി കെട്ടവരുമാണ്. മനുഷ്യന്റെ ഒരു പൊതുവായ സ്വഭാവം പറയുന്നത് നന്ദികേട് കൂടപ്പിറപ്പാണ് എന്നതാണ്. എന്തെങ്കിലും ലഭിക്കുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും അത് ലഭിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള സ്മരണ വിട്ടുപോവുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുകയില്ല, എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയ എത്രയോ സന്ദർഭങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അവിടെ നിന്നാണ് നമുക്കൊരു രക്ഷയായി, ഒരു വഴിയായിട്ടൊക്കെ ജീവിതത്തിൽ ഉദവികൾ അല്ലെങ്കിൽ മറ്റു പോംവഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വച്ചു നീട്ടിയത് നമ്മൾ പോലും അറിയാതെ. നമ്മൾ ആശങ്കപ്പെട്ട ഒരുപാട് സംഗതികൾ, മാരകമായ രോഗമാകാം, വലിയ കടക്കണികളാകാം, പ്രയാസങ്ങളാകാം, ബന്ധങ്ങളിലെ വിള്ളലുകളാകാം, എന്തുമാകട്ടെ, അതൊക്കെയും നീക്കിത്തന്നുകൊണ്ട് സ്വൈര്യമായി ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം തന്ന നാഥന് എന്താണ് തിരിച്ചങ്ങോട്ട് കൊടുത്തത്? അവിടെയാണ് നമ്മുടെ അന്വേഷണം കടന്നു വരേണ്ടത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഇമാം ബഗവി പറയാൻ എങ്ങനെ നന്ദി കാണിക്കണം എന്നുള്ളത്. നിഅമതി ഫആമൻതും വഅതഅതും. ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയലാണ്. പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയണം. നമ്മൾ അവരിലേക്ക് നോക്കിയിട്ട് അവന് ലഭിച്ചിട്ടുള്ള സുഖങ്ങളെയും സൗകര്യങ്ങളെയും ചുറ്റുപാടുകളെയും സാമ്പത്തികമായ അടിത്തറയെയും ഒക്കെ അളക്കുന്നതിന് പകരം അവനവനിലേക്ക് നോക്കുക, എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ആ അനുഗ്രഹങ്ങൾ അല്ലാഹുവിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കാൻ, ആഴത്തിലുള്ളതാക്കാൻ പ്രേരിപ്പിക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് നന്ദി ബോധം എന്ന് പറയുന്നത്. സാധാരണ നാട്ടിൻപുറത്തെ ആളുകൾ പറയാറുണ്ട് വന്ന വഴി മറക്കരുത് എന്ന്. വന്ന വഴി മറക്കരുത്. കനൽപാതകൾ താണ്ടിക്കൊണ്ടാണ് ഇന്നലെകളിൽ നമ്മുടെ പൂർവികരായ ആളുകൾ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കുട്ടിക്കാലങ്ങൾ നമുക്ക് പലരിലും ഓർമ്മ വരുന്നുണ്ട്. സ്കൂളുകളിൽ പാഠശാലകളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉച്ച സമയത്ത് പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാകും. ഖുർആൻ നമ്മളെക്കാൾ യോഗ്യരായ സ്വഹാബിമാരോട്, ഖുർആനിൻ്റെ ഒന്നാമത്തെ അഭിസംബോധിതരോട് പറയുന്നൊരാശയമുണ്ട്. അത് ഈ വന്ന വഴി മറക്കരുത് എന്നാണ്. ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത്? 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇമ്രാനിലെ 103-ാമത്തെ വചനം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. വദ്കുറൂ, നിങ്ങൾ സ്മരിക്കുക, ഓർത്തുകൊള്ളുക. നിഅമത്തല്ലാഹി അലൈക്കും, പടച്ചവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക. ഇത് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കമുണ്ടാക്കി. ആ ശത്രുത മാറ്റി നിങ്ങളെ അല്ലാഹു ഇണക്കമുള്ളവരാക്കി. ഫഅസ്ബഹതും ബിനിഅമതി ഇഖ്വാന, ആ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എങ്ങനെയായി? പരസ്പരം സഹോദരങ്ങളായി നിങ്ങൾ മാറി. വകുൻതും, നിങ്ങളായിരുന്നു അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിന്റെ അഗ്നിയുടെ അരികിലായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹാ, എന്നിട്ട് ആ അഗ്നിയിൽ നിന്ന്, ആ നരകക്കുണ്ടിന്റെ വക്കിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എത്രയോ സംഭവങ്ങൾ. ഇന്നലെകളിൽ നമുക്ക് വിശ്വാസപരമായും ധാർമ്മികപരമായും നമുക്കുണ്ടായിട്ടുള്ള അധപ്പതനം എത്രയോ വലിയൊരു പ്രയാസങ്ങളുടെ രൂപത്തിലായിരുന്നു ഇന്നലെകളിൽ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹുവിന് പുറമെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഏത് ചണ്ടപ്പുറത്ത് കോലിട്ടാലും അവിടെയൊക്കെയും എത്തി നോക്കുന്ന, അവിടെയൊക്കെയും നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന അത്തരം ഒരു വിശ്വാസ വൈകൃതങ്ങളൊക്കെ ഇന്നലെകളിൽ നമ്മൾ കൊണ്ടു നടന്നിരുന്നു. അതേപോലെ ശത്രുതയും പകയുമൊക്കെ ജീവിതത്തിൽ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. അതിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി. ആ ഹിദായത്തിലൂടെ നിങ്ങളുടെ മനസ്സുകളെ അള്ളാഹു വളരെ അടുപ്പമുള്ളവരാക്കി, സഹോദരങ്ങളാക്കി മാറ്റി. ഇതൊക്കെയും
അള്ളാഹു മുൻകാലക്കാരായ പൂർവികരുടെ കാലത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊക്കെയും സ്മരിക്കാൻ പറ്റിയ സംഗതിയാണ്. എന്നിട്ട് ആ സാഹോദര്യത്തെ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. യർമൂക്ക് യുദ്ധത്തിൽ മൃതപ്രായരായി കിടക്കുകയാണ് സ്വഹാബിമാരായിട്ടുള്ള അയ്യാഷും ഇക്രിമയും ഹാരിസും. 3 പേരും മരണവക്രത്തിലാണ്. വെള്ളം കുടിക്കണമെന്ന ആഗ്രഹമുണ്ട് അവർക്ക്. ദാഹജലത്തിന് വേണ്ടി അവർ കേഴുന്നുണ്ട്. ആ വെള്ളവുമായി തൻ്റെ അരികിലേക്ക് വരുന്ന ആളുകളോട് അപ്പുറത്ത് കരയുന്നവനിലേക്ക്, അപ്പുറത്ത് ആവശ്യമുള്ളവനിലേക്ക് അത് പറഞ്ഞയക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നത് 3 പേരും വെള്ളം കുടിക്കാതെ മരിച്ചുപോയി എന്നുള്ളതാണ്. മരണസമയത്തു പോലും തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാൻ, മാറ്റിവെച്ചു കൊടുക്കാനുള്ള ആ ഒരു വിശാല മനസ്ഥിതി എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മുടെ വിഷയം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിക്കൊള്ളുന്നത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദിനേന എന്നോണം നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ്. ഇമാമസുന്ന അഹമ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, 3 കാര്യം അള്ളാഹുവിന് തൃപ്തിയുള്ളതാണ്, 3 കാര്യം അള്ളാഹുവിന് കോപമുള്ളതാണ്. നന്ദിയുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യർലാ ലക്കും സലാസൻ, അള്ളാഹു നിങ്ങളുടെ മേൽ 3 കാര്യങ്ങളിൽ തൃപ്തിയുണ്ട്. വയസ്കുത്തു ലക്കും സലാസൻ, മറ്റ് 3 കാര്യങ്ങളുടെ മേൽ അള്ളാഹു നിങ്ങളോട് കോപമുള്ളവനാണ്. യർലാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണ്. രണ്ടാമത് പറഞ്ഞു, വഅൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ പാശമാകുന്ന ഖുർആനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകോപിച്ച് ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിന് ഏറെ പ്രിയമുള്ള കാര്യമാണ്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്നുള്ളത്. വഅൻ തനാസഹു, നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. മൻ വല്ലാഹുല്ലാഹു അമറക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആരിലാണോ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളുടെ ചുമതലകൾ വഹിക്കുന്ന നേതൃത്വത്തോട് നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. അവരെ അധിക്ഷേപിക്കുന്നവരും അവരുടെ നാശം കൊതിക്കുന്നവരും ആകാൻ പാടില്ല. ആ ചുമതല ഏൽക്കുന്നവരോടുള്ള ഗുണകാംക്ഷയുള്ളവരായി നിങ്ങൾ മാറണം. ഈ 3 കാര്യങ്ങൾ പടച്ചവന് നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തിയുള്ളതാണ്. വെറുക്കുന്ന കാര്യങ്ങൾ വയസ്ഫുത്തു ലക്കും സലാസൻ, അള്ളാഹുവിന് നിങ്ങളോട് കോപമുള്ള കാര്യങ്ങൾ കയ്യിലവക്കാലാണ്, കണ്ടതും കേട്ടതും പറയലാണ്. അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും, ശത്രുതയുണ്ടാക്കും, നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിൽ അത് തടസ്സം സൃഷ്ടിക്കും, പുരോഗതിയെ മന്ദീഭവിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് കീലേം കാലേം കേട്ടു പറഞ്ഞു അവിടെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ സമ്പ്രദായം അള്ളാഹ്ക്ക് വലിയ കോപമുള്ള കാര്യമാണ്. വകസ്റത്തു സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ. ഒരു വിഷയം പഠിക്കലല്ല, തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ, തൻ്റെ അറിവ് ബോധ്യപ്പെടുത്താൻ, താൻ ഈ പറയുന്നവനേക്കാൾ കൂടുതൽ അറിവുള്ളവനാണ് എന്നറിയിക്കാൻ, ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് ബോധ്യപ്പെടുത്താൻ, അതല്ലാതെ വിഷയം പഠിക്കാൻ വേണ്ടല്ല. അങ്ങനെയൊക്കെ നിങ്ങളുണ്ടാക്കുന്ന കൃത്രിമമായിട്ടുള്ള അധിക ചോദ്യങ്ങൾ അത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. 3ാമത് പറഞ്ഞത് വഇളാഅത്തുൽ മാൽ, പടച്ചവൻ നിങ്ങൾക്ക് പരീക്ഷണമായി നൽകിയിട്ടുള്ള ധനത്തെ അനാവശ്യമായി ചെലവഴിക്കുക, ആർഭാടപൂർവ്വം ചെലവഴിക്കുക. ഈ 3 കാര്യങ്ങളിൽ അള്ളാഹുവിന് നിങ്ങളോട് വെറുപ്പാണ് എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരമാധികാര രാജ്യത്തേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ മറ്റൊരു രാജ്യം കടന്നു ചെല്ലുകയാണ്. എന്താണ് അവരുടെ ന്യായം? ഇവർ ഭാവിയിൽ ഞങ്ങൾക്ക് ശത്രുക്കളായി തീരും. ഇതെന്താണ്? ഉട്ടോപ്യാണോ? വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നിപ്പോ. ലോകത്തിൻ്റെ നീതിബോധം അല്ലെങ്കിൽ ലോകം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ആ രാജ്യത്തെ
ഏറ്റവും അഗ്രഗണ്യന്മാരായിട്ടുള്ള നേതൃത്വത്തെ വകവരുത്തുക, അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നശിപ്പിച്ചു കളയുക, ലോകം ഇതെല്ലാം കണ്ട് മൂകസാക്ഷികളായി മിണ്ടാതിരിക്കുക, നന്ദി കെട്ടു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യം പോലും അത്തരം നെറിയേടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെയും വേദനയുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്ന ചില അബദ്ധങ്ങളുണ്ട്. അവർ ഷിയാക്കളല്ലേ, അല്ലേ? ഇറാനെ പറ്റി പറയുമ്പോൾ അവർ ഷിയാക്കളല്ലേ, അതുകൊണ്ട് അവർ നശിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ അത്തരത്തിലുള്ള മാനവികതയെയും കവച്ചു വയ്ക്കുന്ന ഒരു രീതിയുണ്ടോ? ഇവിടെ പ്രബോധന മാർഗമല്ല വിഷയം, ഇവിടെ ഒരു ജനങ്ങളുടെ നിലനിൽപ്പാണ് വിഷയം, മനുഷ്യാവകാശങ്ങളാണ് വിഷയം. അത്തരം കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സമൂഹത്തിന്റെ മാതൃക എന്താണ് പഠിക്കേണ്ടതുണ്ട് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനമായി വരുമ്പോൾ അവിടെ രണ്ട് സാമ്രാജ്യ ശക്തികളാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഒന്ന് റോമാണ് എങ്കിൽ മറ്റൊന്ന് പേർഷ്യയാണ്. പേർഷ്യ സ്വാഭാവികമായും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ മെജോറിറ്റി ആളുകൾ അങ്ങനെയുള്ളവരാണ്. റോമക്കാരായ ആളുകൾ വേദക്കാരായ ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായി ബന്ധമുള്ളവരാണ്. മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും താല്പര്യം, അവരുടെ അനുഭാവം ഈ റോമക്കാരോടാണ്. നോക്കൂ നിങ്ങൾ, റോം തോറ്റുപോയപ്പോൾ മുസ്ലിങ്ങൾ വിഷമിക്കുകയാണ്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂം എന്ന് പറയുന്ന അധ്യായം തന്നെ തുടങ്ങുന്നത് ആ സംഭവം വിവരിച്ചുകൊണ്ടാണ്. ഒലിബത്ത് റൂം, റോം ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി അലബിഹിം സയഗ്ലിബൂൻ. താമസിയാതെ അധികം വൈകാതെ തന്നെ അവർ വിജയിക്കുമെന്ന് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ആ ആശ്വാസം അക്കാലത്തുണ്ടായ മുസ്ലിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രവചനം ഒരു ആയത്താണെന്ന് മാത്രമല്ല, അവർക്കുണ്ടാകുന്ന സമാശ്വാസമാണ്. ഇതേ സമാശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റുകൾക്കെതിരെയുള്ള, ഗസയിലെ കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും അനുവർത്തിച്ചിട്ടുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായി വിശ്വാസികൾ എന്ന് മാത്രമല്ല മാനവികത കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം മനസ്സിലുള്ള എല്ലാവരുടെയും പിന്തുണ അത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കുറച്ച് ചില ആൾക്കാർ പറയും അവരൊക്കെ ഷിയാക്കളാണ്, അതുകൊണ്ട് നമുക്ക് അവരെ മാനസികമായി പിന്തുണക്കുക വയ്യ എന്ന്. ഇസ്ലാമിക ചരിത്രം അങ്ങനെയല്ല എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 40-ാമത്തെ വചനം അള്ളാഹു പറയുന്നുണ്ട്, ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ പടച്ചവൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്നാണോ അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്? അങ്ങനെയാണ് എങ്കിൽ അത് എളുപ്പമുള്ള കാര്യമാണ് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഓരോ മനുഷ്യന്റെയും വിശ്വാസത്തിനും പ്രവർത്തനത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് നൽകുകയാണ്. അത് അയാൾക്ക് തിരഞ്ഞെടുക്കാം, നിർബാധമായി ജീവിക്കാം. മതം അവിടെ ഇടപെടുന്നില്ല, കഷ്ടപ്പെടുത്തുന്നില്ല, അതിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നില്ല. കാരണം ആ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ നടക്കേണ്ടതുണ്ട്. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 40-ാമത്തെ വചനത്തിന്റെ ഒടുവിൽ അള്ളാഹു പറയാണ്, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ബിബഅദിൻ. മനുഷ്യരിൽ ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യദ്കുറു ഫീഹ ഇസ്മുല്ലാഹി കസീറ. അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ധാരാളം സന്യാസി മഠങ്ങൾ, അതേപോലെ തന്നെ ജൂത ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പള്ളികളൊക്കെയും തകർക്കപ്പെടുമായിരുന്നു. പക്ഷേ ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സാമൂഹികപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ്. ആ രീതിയിൽ നമുക്ക് ഏകോപിച്ചു പോകാൻ കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പഴയ കാലത്തെ പ്രവാചകനാകുന്നതിന് മുമ്പത്തെ കാലത്തെ പ്രവാചകൻ അനുസ്മരിക്കുന്നുണ്ട്. ഖുറൈശികൾ ഒരിക്കൽ എല്ലാ പ്രമുഖ കുടുംബത്തിലെയും പ്രമുഖരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമുക്കിടയിൽ നിലനിൽക്കുന്ന വിദ്വേഷങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നതായിരുന്നു ആ തീരുമാനം. അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകനാകാതിരുന്നിട്ട് കൂടിയും ആ യോഗത്തിൽ പ്രവാചകൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ അതിനെ അനുസ്മരിക്കുന്നുണ്ട്. ഇക്കാലത്തും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആര് ക്ഷണിച്ചാലും ഞാനതിൽ പങ്കെടുക്കുമെന്ന്. ആലോചിച്ച് നോക്കൂ,
അപ്പോൾ ഈ ഒരു ഐക്യം, ഈ ഒരു സാഹോദര്യം അള്ളാഹു നമുക്ക് നൽകി തന്ന വിഭവങ്ങളെ വച്ചുകൊണ്ട് അവനോടുള്ള നന്ദിയുടെ ഭാഗമായി ഏകോപിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. ഒടുവിൽ പറയുന്നത് ധനത്തിൻ്റെ അന്യായമായ ചെലവഴിക്കലാണ്, ആർഭാടത്തെയാണ് പറയുന്നത്. ധനം പാഴാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളത് അറിയാതെ പോകുന്നത് നമ്മൾ സുഭിക്ഷമായത് കൊണ്ടാണ്. ഒരു കഥയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് ജയിലിൽ കഴിയുന്ന ജയിൽ പുള്ളിയോട് അയാളുടെ അവസാനമായി തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന്. അയാൾ പറയുന്നത് 2 പൊറോട്ടയും ഒരു ചിക്കനും കഴിക്കണമെന്നുള്ളതാണ്. ഒരു കഥയിലെ സംഭവമാണ് എങ്കിൽ കൂടിയും ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആഗ്രഹമായി അങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. 2-3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ബോംബിടുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന അത്രയും വിധ്വംസക പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറിയിട്ടാണ് വേണ്ടാധീനങ്ങൾ പലതും ചെയ്യുന്നത്. ആലോചിച്ച് നോക്കേണ്ടതില്ലേ? അവിടെ നമ്മൾ കാണിക്കുന്ന ധനപരമായ പാഴാക്കൽ എത്രയോ മേലെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങേണ്ട സദസ്സാണ് വിവാഹ സദസ്സുകൾ. വീണ്ടും വീണ്ടും അത് പറയാൻ നമ്മൾ നിർബന്ധിതരാണ്. കല്യാണം അല്ലേ, 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നാവാൻ പോവുകയാണ്. 2 വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. എന്താകും ഈ വിവാഹ ജീവിതത്തിലൂടെ ഭാവിയിൽ നമുക്ക് ആർക്കും രൂപമില്ല. അതുകൊണ്ട് അതെല്ലാം അറിയാവുന്ന അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാ നിർഭരമായി പോകേണ്ട ഒരു ദിവസത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ മാത്രം പര്യാപ്തമായതാണ്. പടച്ചവൻ അത്തരം ശിക്ഷകൾ ഇറക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ അനുഗ്രഹങ്ങളോട് നമ്മൾ കാണിക്കുന്ന നന്ദിബോധം എന്ന് പറയുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ കാലത്തെ ആളുകളോട്, മോശവൃത്തിക്ക് വന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി പോലും ഇല്ലേ? ആണായി പറന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്ന് ചോദിക്കുന്നത് നന്മക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, നന്മയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ തിന്മകളോട് വിരോധിച്ചു നിൽക്കാൻ, അക്രമവും അരാജകത്വവും സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെയും വിലക്കാൻ, അതിനോട് ത്രാണി, ഈമാനികമായ ശക്തി ഉള്ളവർ ആകേണ്ടവരാണ് നമ്മൾ. നോക്കൂ നിങ്ങൾ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട്, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മറ്റൊരു ഹദീസിൽ 5 ചോദ്യം എന്ന് പറയുന്നുണ്ട്. ഒരാളുടെയും കാല് പരലോകത്ത് അനങ്ങാൻ അല്ലാഹു സമ്മതിക്കില്ല എന്ന് പറയുന്ന ഹദീസിൽ ഒരു ചോദ്യം ധനവുമായി ബന്ധപ്പെട്ടതാണ്. വമാലുഹു മിൻ ഐന ഇക്തസബ, ധനത്തെ പറ്റിയാണ്, എവിടെ നിന്നാണ് ഈ ധനം സമ്പാദിച്ചത് എന്നും, വഫീമ അൻഫഖ, എവിടെയൊക്കെയാണത് ചെലവഴിച്ചത് എന്നും. വല്ലാത്തൊരു ചോദ്യമാണ്. കണക്ക് പുസ്തകം വളരെ കൃത്യമാകണമെന്നത് മതത്തിൽ നിർബന്ധമുള്ള കാര്യമാണ്. ഏതെങ്കിലും കൺസൾട്ടന്റിനെ കണ്ടുകൊണ്ട് കൃത്രിമമായി കണക്കുണ്ടാക്കി അതിങ്ങനെ ഇൻകം ടാക്സിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെയുള്ളൊരു കണക്കുമായി പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് സത്യസന്ധമായ വരവും സത്യസന്ധമായ ചിലവുകളും കൃത്യമായി മനസ്സുകൊണ്ട് ബോധ്യം വരുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അനുകരണം നമ്മിൽ വളർന്നു വരികയാണ്. വലിയവർ എന്താണ് ചെയ്യുന്നത്, ധനമുള്ളവൻ എന്താണ് ചെയ്യുന്നത്, സ്വാധീനമുള്ളവൻ, കേമന്മാര്, സംഘടനയുടെയും മഹലിൻ്റെയും അതേപോലെ സമുദായത്തിൻ്റെയും ഒക്കെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ആളുകളൊക്കെ എന്ത് കാണിക്കുന്നു എന്ന് നോക്കാൻ ആളുകൾ നിൽക്കാൻ, അതേപോലെ കാണിക്കാൻ. അപ്പൊ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവർ പറയും, ഇന്ന മൗലവിയുടെ വീട്ടിലെ കല്യാണങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അവിടെ പോയില്ലേ, അവിടെ അതുണ്ടായില്ലേ, ഇതുണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്ക് പ്രവാചകനല്ല മാതൃക, ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ്. അത്തരം അനുകരണ വാസനകളെ ഇസ്ലാം നിരാകരിക്കുകയാണ് ധനത്തിന്റെ കാര്യത്തിൽ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴ്ന്നയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. വലാ തൻദുറു, നിങ്ങൾ നോക്കരുത് ഇലാ മൻ ഫൗകക്കും,
നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക്, നിങ്ങളിലേക്ക് അഭിവൃദ്ധിയുള്ളവരിലേക്ക്, നിങ്ങളിലേക്കാൾ പണമുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ സ്വാധീനമുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട എന്നാ പറഞ്ഞത്. താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്ക്. ഫഹുവ അജ്ദർ, അത് നിങ്ങളെ അർഹമാക്കും. അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, പടച്ചവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ, അതിനെ തള്ളിക്കളയാതിരിക്കാൻ നിങ്ങളെ അർഹരാക്കല് നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല. ടൂറ് പോകാൻ എനിക്കും നിങ്ങൾക്കൊക്കെ വലിയ ഉത്സാഹമാണ്. ഒരു വർഷത്തിൽ എത്രയോ തവണ നമ്മൾ പോകുന്നത്. എന്നാൽ ഇനി അതൊന്നും നിർത്തണം. വ്യക്തിപരമായി ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഇനി പോകേണ്ടത് രോഗികളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആരുമില്ലാതെ ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഞങ്ങളങ്ങനെ പോയിരുന്നു. അങ്ങനെ കുറേ ജന്മങ്ങൾ, തിരിഞ്ഞു നോക്കാൻ മനുഷ്യരില്ലാത്ത ആളുകൾ. ആ വാർഡിൽ നിങ്ങൾ മാത്രം പോയാൽ പോരാ, നിങ്ങളുടെ ഭാര്യയും കൊണ്ടുപോകണം, മക്കളെയും കൊണ്ടുപോകണം. താല്പര്യപൂർവ്വം ഒരാളും വരില്ല, നിർബന്ധിച്ചു കൊണ്ടുപോകണം. എൻ്റെ നാടിനടുത്തുള്ളൊരു ഒരു വെണ്ടർ ആധാരം എഴുതുന്ന ആൾ എന്നോട് പറയാം, 2 സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര കശപിശ. ഒരു നിലക്കും ഈ ഓഹരി വയ്ക്കാൻ അവർ സമ്മതിക്കില്ല. ഒടുവിൽ വേണ്ട സ്വത്തുണ്ട്. അയാൾ പറഞ്ഞു, നാളെ രാവിലെ നമുക്കൊരു സ്ഥലത്ത് പോകണം. ഇവർക്കറിയില്ല, ഞാൻ എൻ്റെ വണ്ടിയുമായി വരും, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളായി 2 സഹോദരങ്ങളെയും ഹിന്ദുവായ അദ്ദേഹം കയറ്റിക്കൊണ്ടുപോയി. ഞാൻ ഈ പറഞ്ഞ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ്. അവിടെ ഒന്ന് കണ്ടതിന് ശേഷം എന്തിനാ നമ്മൾ വന്നേ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദേ ഇത്രയേ ഉള്ളൂ കാര്യം, ഇതാണ് ഇതിൻ്റെ അവസാനം. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എൻ്റെ വാക്കുകൾ കൊണ്ട് പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കൂ, നമ്മളെക്കാൾ യോഗ്യരായ ഖുർആനിൻ്റെ ഒന്നാമത്തെ അഭിസംബോധിതരായ ആളുകളോട് ഖുർആൻ പറഞ്ഞൊരു വാക്കില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനിലെ 102-ാമത്തെ അധ്യായം, സൂറ തകാസുറിലെ 8-ാമത്തെ വചനം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് ലതുസ്അലുന്ന, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ആ പ്രയോഗം അങ്ങനെ തന്നെയാണ്. യൗമഇദിൻ, അന്നേ ദിവസം, അനിൻ നഈം, സുഖാസ്വാദനങ്ങളെ പറ്റി. എല്ലാ ആഴ്ചയിലും കുഴിമന്തി തിന്നവൻ അതിന് ഉത്തരം പറയേണ്ടി വരും. എല്ലാ ദിവസങ്ങളും ശീതീകരിച്ച മുറികളിൽ കിടന്നവൻ അതനുസരിച്ച് മറുപടി പറയേണ്ടി വരും. എന്തൊക്കെ സുഖാസ്വാദനങ്ങളുണ്ടോ അതൊക്കെ അനുഭവിച്ചവൻ അതനുസരിച്ച് പറയേണ്ടി വരും. ഈ ആയത്ത് കേട്ടപ്പോ കൂട്ടത്തിൽ പ്രായം ചെന്നൊരു സഹാബി വര്യൻ പ്രവാചകനോട് ചോദിച്ചു അത്രേ, എന്തിനാണ് ഞങ്ങളിനി മറുപടി പറയേണ്ടത്? മക്കയിൽ നിന്ന് നാടും വീടും ഓടി വിട്ടോടിയവരാണവർ. ഉടുതണിക്ക് മറുതണിയില്ലാത്ത ആളുകളാണ്. ഞങ്ങളിനി എന്ത് സുഖാസ്വാദനത്തിനാണ് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടത് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, എൻ്റെ കാലിൽ ചെരുപ്പില്ലേ എന്ന്. ചെരുപ്പ് ധരിച്ചിട്ടില്ലേ? തണലിലല്ലേ നീ നിൽക്കുന്നത്? കുടിക്കാൻ വെള്ളമില്ലേ? അയാൾ പറഞ്ഞു 3 ഉണ്ട്. എങ്കിൽ അതിനൊക്കെയും മറുപടി പറയണം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളൊക്കെ മറുപടി പറഞ്ഞ് തോറ്റുപോകും. അതുകൊണ്ട് ഗൗരവമുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് എത്ര കണ്ട് നന്ദി കാണിക്കുന്നു, സഹജീവികളോട് നമ്മൾ എത്രമാത്രം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ സൽസ്വഭാവങ്ങളിൽ ഏറ്റവും സവിശേഷമായതാണ് ലജ്ജ എന്ന് പറയുന്നത്. എന്താണ് ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ? നിഷിദ്ധമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ മര്യാദകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, അത് പ്രവർത്തിക്കാനുള്ള വൈമുഖ്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. നേർക്ക് നേരെ നാടൻ ഭാഷയിൽ അങ്ങനെ നമുക്ക് പറയാം. ഇപ്പം വേണ്ടാതീനം ചെയ്യാൻ, മര്യാദകൾക്ക് നിരക്കാത്ത പണി ചെയ്യാൻ,
അതിനുള്ളൊരു വൈമുഖ്യം, ആളുകൾ എന്തു തോന്നും, പടച്ചവൻ എന്ന് വിചാരിക്കും എന്നൊക്കെയുള്ള ആ ഒരു വൈമുഖ്യം അത് ഈ പുതിയ കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു അഭിപ്രായമല്ല, ലോകമെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിലൊന്ന്, നഗ്നതകൾ പ്രദർശിപ്പിക്കാൻ ഒരു നാണവും മാനമില്ല. അങ്ങനെ സ്ത്രീ സമൂഹം ആ രീതിയിലായിപ്പോയിരിക്കുന്നു. തങ്ങളുടെ മേനികൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നാണവുമില്ലാത്തവരായി സ്ത്രീ സമൂഹത്തിൽ വലിയൊരു വിഭാഗം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ കുട്ടികളും വന്നുകൊണ്ടിരിക്കുന്നു. ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾ നാലാൾ കാണെ ചെയ്യാൻ അതിലും ഇവർക്ക് ലജ്ജയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. കലയുടെ പേരിൽ, സാഹിത്യത്തിൻ്റെ പേരിൽ പരസ്പരം കാണാനോ പറയാനോ പറ്റാത്തതൊക്കെ നമ്മളിങ്ങനെ കാണാം. നമ്മുടെ വീട്ടിൽ വേണ്ടാതീനം കാണുന്നത് മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വളർന്നു വളർന്ന കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും കൂടി ഒന്നിച്ച് കാണാൻ പറ്റാത്തൊരു സംഗതി കണ്ടുകൊണ്ടിരുന്നാലോ, ദിവസങ്ങളായൊരു വീട്ടിലെ രീതി അങ്ങനെയാണ് എങ്കിലോ ആ സമൂഹം അതിനോട് താതാത്മ്യപ്പെടും. അവരിൽ ലജ്ജ കുറ്റിയേറ്റു പോകും, മോശക്കാരായിത്തീരും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വിശ്രുതമായ വാക്കുകളിൽപ്പെട്ടതാണ്, ഇദാലം തസ്തഹ്, നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്ന മാ ശിഅത, നീ ഉദ്ദേശിക്കണ എന്താ ചെയ്തോളൂ, എന്തും ചെയ്യാം, ലജ്ജയില്ലെങ്കിൽ എന്നതാണ്. അപ്പോൾ ലജ്ജ ഉണ്ടാക്കണം. ചെറുപ്പം മുതലേ തന്നെയും നമുക്ക് അങ്ങനെ ഒരു ശീലം നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്ര വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ഖുർആൻ എത്ര കണ്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറ അഹ്സാബിലെ 53-ാമത്തെ വചനം ഒരു വീടുമായി ബന്ധപ്പെട്ട, പ്രവാചകന്റെ ഭവനവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ വരും, വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെയായ ആളുകൾ. അവരിങ്ങനെ തമാശ പറയും, കുറേ നേരം ഇരിക്കും, അങ്ങനെ കുറേ ചെലവ് വഴി അങ്ങനെ പോകും. പലപ്പോഴും ഈ അതിഥിയുടെ അനവസരത്തിലുള്ള സംസാരങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമയമില്ലാത്ത അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലെ മോശങ്ങളൊക്കെയും ആതിഥേയൻ സഹിക്കേണ്ടി വരികയാണ്. പ്രവാചകന്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സ്വഹാബിമാരിൽ ചില ആളുകൾ ആ സദ്യ കഴിഞ്ഞാലും പ്രവാചകൻ കൊടുക്കുന്ന വിരുന്ന് കഴിഞ്ഞാലും പോകാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അള്ളത് പറയണമൊക്കെ, ഇന്നതാലിക്കും നിങ്ങളാ ചെയ്യുന്നുണ്ടല്ലോ, കാന യുഅ്ദിൻ നബി, പ്രവാചകന് പ്രയാസമുള്ള കാര്യമാണ്. ആതിഥേയൻ എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ ആ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുന്നത് പ്രവാചകന് പ്രയാസമുണ്ട്. ഇവരൊക്കെ പോയിട്ട് വേണ്ടേ വീട്ടുകാർ എന്ന നിലയിൽ അവരുടെ സ്വകാര്യതയിലേക്ക് അവർക്ക് കിടക്കാൻ. അത് മനസ്സിലാക്കാതെ ഔചിത്യബോധമില്ലാതെ പെരുമാറുന്നതിനെ പോലും ഇസ്ലാം നിരാകരിക്കുകയാണ്. ഫയസ്തഹീ മിൻകും, അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങളോടത് പറയാൻ ലജ്ജയുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന സംഗതി നിങ്ങളൊന്ന് പോകണമെന്ന് പറയാൻ എങ്ങനെ പറ്റും? എന്നിട്ട് അള്ളാഹ് പറഞ്ഞോക്കേ, വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, സത്യം പറയാൻ, യാഥാർത്ഥ്യം പറയാൻ പടച്ചവനിക്കൊരു ലജ്ജയില്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹ് അത് തുറന്നു പറയും എന്ന് പറയാം. അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ടുള്ള, നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ശാസിക്കുകയാണ്. ഔചിത്യമില്ലാത്ത ഇടപെടലുകൾ, അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരമാവധി